ധൈര്യവും കൊടുത്ത് കവറേജും കൊടുത്ത് കേശുകുഞ്ഞുങ്ങളെ പറഞ്ഞ് ആക്രമിക്കാൻ വിട്ടിട്ട് ഒടുവിൽ മനോരമ അതീവ ദുഃഖത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചേ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചേ. കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. പാറാൽ മണ്ഡലം കോൺഗ്രസ് ഓഫീസിനാണ് തീയിട്ടത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. CPM ആണ് കത്തിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിശദാംശങ്ങൾ നിയാസ് റഹ്മാൻ നൽകും. നിയാസ്, രാവിലെ തന്നെ അക്രമ സംഭവങ്ങൾ ആരംഭിക്കുകയാണോ? പ്രതിഷേധവും ഒപ്പം തന്നെ പ്രതിഷേധ സാധ്യതകൾ ഇന്ന് അവിടെ എത്രത്തോളമാണ്? കണ്ണൂർ മാലൂരിൽ കോൺഗ്രസ് ഓഫീസിന്റെ ചില്ലുകൾ തകർത്തു. മാലൂർ പട്ടാരിയിലെ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന്റെ ജനൽ ചില്ലുകളാണ് തകർത്തത്. CPM എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു. സജിൻ ചേരുന്നു വിവരങ്ങളുമായി. സജിൻ, ഇത് എപ്പോഴാണ് നടന്നത്? അത് ഇന്നലെ രാത്രിയോടെ തന്നെയാണ് ഈ അക്രമം ഉണ്ടായതെന്നാണ് കരുതുന്നത്. മാലൂരിലെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസാണ്. ഇതിന്റെ ജനൽ ചില്ലുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി തകർത്തിരിക്കുന്നത്. ഒരു കല്ലേറിലാണ് വ്യാപകമായി നാശനഷ്ട ഈ ചില്ലുകളെല്ലാം തകർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം തന്നെ ഈ ചെളി ഈ ചുമരുകളിലേക്കെല്ലാം വാരി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഈ ഓഫീസിന് ഉണ്ടായിട്ടുണ്ട്. ചില്ലുകളെല്ലാം എറിഞ്ഞുടച്ചിട്ടുണ്ട്. ചെളി ഈ ചുമരിലേക്ക് വാരി എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തമില്ല. കാരണം CCTV ദൃശ്യങ്ങളും കഷ്ടം തന്നെ മുതലാളി. ചുമ്മാ ഇരുന്നവനെ പോയി ചുണ്ണാമ്പ് തേച്ചാൽ ഇത് സംഭവിക്കുമെന്ന് മനോരമയ്ക്ക് അറിയാം. മനോരമയെ സംബന്ധിക്കുന്നിടത്തോളം എങ്ങനെയൊക്കെ വാർത്താ കച്ചവടം കൂടുതൽ എഫക്റ്റീവ് ആക്കണം, കോൺഗ്രസുകാരുടെ വ്യൂവർഷിപ്പ് മുഴുവൻ ഞങ്ങൾക്ക് തന്നെ കിട്ടണമെന്നുള്ള നിലയ്ക്കാണ് കേശു കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ക്ലാസ് കൊടുത്ത് വീണ ജോർജിന്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഒരു നേതാവിന്റെ ദേഹത്ത് തൊട്ടിട്ട് സമാധാനമായിട്ടൊക്കെ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. എന്തായാലും ഇപ്പോ മനോരമ തന്നെ വേദനയോടുകൂടി കോൺഗ്രസിന്റെ പലയിടങ്ങളിലെയും ഈ നഷ്ടക്കണക്കുകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യേണ്ടത്, വ്യൂവർഷിപ്പിലൂടെ മാമൻ മാപ്പിള മുതലാളിക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. ഈ നാശനഷ്ടമൊക്കെ അതിൻ്റെ ഒരു വിഹിതം എടുത്ത് ശരിയാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി മനോരമ കാണിക്കണം. കാര്യം അവരെ വിറ്റ് കാശാക്കുന്നതിൽ മനോരമ കാണിക്കുന്ന ആ ആവേശവും ആ ശുഷ്കാന്തിയും തിരിച്ച് അവർക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ കൂടി നികത്തി കൊടുക്കാൻ കാട്ടിയില്ലെങ്കിൽ എല്ലാ കാലത്തും വാർത്ത സൃഷ്ടിക്കാൻ ചിലപ്പോൾ കേശുക്കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥ വരും. കാര്യം മനോരമയുടെ കവറേജിന് വേണ്ടിയാണല്ലോ കേസിൽ പ്രതിയാകുന്നത്, ഓഫീസുകൾ തകർക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. മര്യാദയ്ക്ക് പോകുന്നവരെ മനോരമയുടെ നിർദ്ദേശപ്രകാരവും മനോരമയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വഴിയെ പോയി തടഞ്ഞു നിർത്തി അവരെ പരിക്കേൽപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ പ്രതികരണശേഷി ഉള്ളവരുണ്ടെന്നേ. അവർ മിണ്ടാതിരിക്കുന്നത് കഴിവുകേട് കൊണ്ടല്ലെന്നേ, അതൊരു ദൗർബല്യമായിട്ട് മനോരമയും ഒപ്പം തന്നെ കേശു കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തിയാൽ അത് ഭരണ സംവിധാനത്തെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് പക്വതയോടുകൂടി ഇടപെടുമ്പോൾ അതിനെ അങ്ങ് ചൂഷണം ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നിടത്ത് ചുണ്ണാമ്പ് തേച്ചതിനുള്ള ചെറിയ ചെറിയ വെടിക്കെട്ടുകളാണ്. യഥാർത്ഥ വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥ വരുമെന്ന് ധൈര്യം കൊടുത്ത മനോരമയെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്.